ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അയല നമുക്ക് എങ്ങനെ മുളകിട്ട് വെക്കാം നോക്കാം. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ മീൻ കറിയൊക്കെ വെക്കുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ഫ്രഷ് മീൻ കിട്ടിയത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെന്ന് നോക്കാവേ. അപ്പോൾ ഞാനൊരു മീനൊക്കെ വെട്ടി കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പോൾ വെട്ടാൻ അറിയാത്തവർക്ക് ഇത് കണ്ടോട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ ഓർത്ത് എന്തായാലും വെട്ടുമല്ലോ, അപ്പോൾ ഒരെണ്ണം വെട്ടിയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെട്ടിയതാട്ടോ. നല്ല എളുപ്പമാണ് വെട്ടാൻ വേണ്ടിയിട്ട്. ഇതിന് അധികം ചെതുമ്പലൊന്നും ഇല്ലാത്ത മീനായതുകൊണ്ട് തന്നെ നമുക്ക് കത്രികയൊക്കെ ഉണ്ടെങ്കിലും നല്ല വൃത്തിക്ക് വെട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കത്രികയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് മീനൊക്കെ വെട്ടി കഴുകി നമ്മൾ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എന്ത് വേണം, എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് മീൻ കറിക്ക് അത്യാവശ്യം നല്ല എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എനിക്ക് കടുക് പണ്ടോട്ടേ ഭയങ്കര വീക്ക്നെസ്സാണ്. ഞാൻ 1-2 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ കടുക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പൊട്ടുന്ന സൗണ്ട് കേൾക്കാനും ഇഷ്ടമാണ്. അതുപോലെ തന്നെ കറിയിൽ ഇങ്ങനെ ഒരുപാട് കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമുക്കത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ചല്ല, ഇച്ചിരി ഏറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിക്കും. പിന്നെ ഒരു ഇച്ചിരി മാറി നിന്നിട്ട് വേണം നമ്മൾ ഈ കരിയാപ്പില ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ ഉള്ളി കറിവേപ്പില ഞാൻ അടുപ്പിലിടുന്നതിന് മുമ്പാട്ടോ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകിയായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ നമ്മൾ കറിവേപ്പിലേക്ക് ആകുമ്പോഴത്തേനും കുറച്ചൊക്കെ വെള്ളമൊക്കെ തുറന്നതിന് ശേഷം ഇങ്ങനെ ചട്ടിയിലോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുവേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചെറുതായിട്ടല്ല നീളത്തിലരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് 2 സ്പൂൺ മുളക് പൊടിയാണ്. ഇതൊന്ന് വെച്ച് 2.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാരണം ഇത് അത്യാവശ്യം എരിവുള്ള മുളകുമാണ്. പിന്നെ അത്യാവശ്യം നല്ല കളറുള്ള മുളകായതുകൊണ്ട് ഞാൻ 2.5 സ്പൂണാട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ ഇതിൻ്റെ കൂടെ ആട്ടോ മിക്സ് ചെയ്യുന്നത്. കാരണം മസാലകളൊക്കെ ഒരുമിച്ചിടുന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പം ഇതിലെടുത്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് പേസ്റ്റ് ആക്കണം. അപ്പം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇത്രയും തന്നെ ലൂസ് ആക്കണം എന്നില്ല കേട്ടോ. ഇച്ചിരി കൂടെ തിക്കായിട്ടിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇത്രയും മൂത്ത് വന്നിട്ടുള്ള നമ്മുടെ ഈ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മസാല നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിന് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത്, അതായത് ഇങ്ങനെ നമ്മൾ പേസ്റ്റ് ആക്കി യൂസ് ചെയ്യുമ്പോഴേക്കും, പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിങ്ങനെ മസാല ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി ഇത് മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇടുമ്പോഴത്തേനും നമുക്ക് ആ ഒരു കരിഞ്ഞൊരു മണം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി ഇത് നന്നായിട്ട് പറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം പച്ചമണം ഒന്നും മാറാതെ നല്ല പച്ചയായിട്ടിരിക്കുന്ന മസാല ആയിട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അതിൻ്റെ ഇതിൽ പിടിക്കാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ചട്ടിയിൽ പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കല്ല, ഇളക്കി തന്നെ കൊടുക്കുക. പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അതൊന്ന് ഇതിന് മസാല തെളിഞ്ഞ് വരുന്ന വരെ, എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം കുറച്ച് നേരം എടുക്കും. ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ച് നേരം എടുക്കും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ആ സമയമാകുമ്പോഴാണ് നമ്മൾ പുളി വെള്ളത്തിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നന്നായിട്ട് പുളി ഒന്ന് കഴുകിയിട്ട് കുടംപുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വാളംപുളിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ കോട്ടയത്ത് എല്ലാവരും കുടംപുളി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുടംപുളി നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുളി ഇതാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട്, പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ പുളി ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ കഴിക്കാനുള്ള മീൻകറിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മൾ ആ ഒരു ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു മസാലയ്ക്കകത്ത് നിറച്ചും ആ ഒരു പുളിയും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ടാകും. പിന്നെ മീനൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ ഒരു പുളി ഈ ഒരു മീനിലേക്ക് പെട്ടെന്ന് തന്നെ പിടിക്കും. അതേസമയം നമ്മൾ തലേദിവസമൊക്കെ വെക്കുന്ന കറിക്കൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പുളി ഇങ്ങനെ ഇടുമ്പോഴത്തേനും നല്ല പുളിയായിരിക്കും പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ കൂട്ടാനുള്ളതാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് നമ്മുടെ ആ ഒരു മസാല ഇങ്ങനെ വിട്ട് വരുന്ന ഈ ഒരു പരിവാകുമ്പോഴേക്കുമാണ്
നമ്മളിതിൻ്റെ പാകമായെന്ന് പറയുന്ന ഒരു അലിവയൊക്കെ ഇങ്ങനെ വരുന്ന പോലെ ഇതിങ്ങനെ ആ ഒരു ചട്ടിയിൽ നിന്ന് അതിൻ്റെ ആ മസാലയൊക്കെ ഇളകി വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കുമാണ് നമ്മൾക്ക് ഈ ഒരു മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട സമയം. അപ്പോൾ നിങ്ങൾക്ക് ചാറ് വേണ്ട രീതിയിൽ, അതായത് ഇത് അത്യാവശ്യം വേവില്ലാത്തൊരു മീനായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അല്ല എന്നാലും വേവണം. അപ്പോൾ ആ ഒരു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ വെള്ളം തിളയ്ക്കുന്ന വരെ ഒന്ന് നോക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കറക്റ്റാണോ പുളി കറക്റ്റാണോ എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പിന് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പൊക്കെ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളി എല്ലാം നോക്കിയിട്ട് ഇതെല്ലാം കറക്റ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ മീൻകറി സെറ്റായിരിക്കും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഞാനിവിടെ കട്ട വെയിറ്റിങ്ങിലാണ് നമ്മുടെ മീനിൻ്റെ അകത്ത് തിള വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ തിള ഇങ്ങനെ കൊമള കുത്തി വരാൻ തുടങ്ങിയ സമയമായപ്പോഴേക്കും ഞാൻ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കി ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ തവിയൊന്നും ഇട്ട് ഇളക്കരുത്. നമ്മൾ ആ ഒരു തുണി ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റ് ആവുമെന്ന് കേട്ടോ പറയുന്നത്. നമ്മളിങ്ങനെ മീൻ തിളയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സ്പൂൺ ഇട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകുമെന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ നമ്മുടെ ആ ഒരു തുണി പിടിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിന് ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ മസാലയൊക്കെ നമ്മുടെ മീനിൻ്റെ അകത്ത് പിടിക്കും. അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്ന് നല്ല അടിപൊളി മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വറ്റിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയാവും. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ച് അത് വരെ വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ലാസ്റ്റ് ആവാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കറിവേപ്പിലേക്ക് കുറച്ച് ക്ഷാമമായതുകൊണ്ട് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒത്തിരിയൊക്കെ ഉള്ള ഇത്തിരി ഏറെ കറിവേപ്പിലേക്ക് ഇട്ടു. കണ്ടോ നമ്മുടെ മീനിൻ്റെ അകത്ത് മസാലയൊക്കെ പിടിച്ചിട്ട് കണ്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടില്ലേ. ചിലപ്പോൾ മീൻ വെളുത്തൊക്കെ ഇരിക്കത്തില്ല, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ മസാലയൊക്കെ ഫുള്ളിങ്ങനെ മീനിലിങ്ങനെ കോട്ട് ചെയ്തിരിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നും. അപ്പോൾ നമ്മുടെ ഇവിടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.